തീവ്ര ആത്മീയതയിൽ നാട്ടിൽ നിന്നും പലായനം ചെയ്ത കുടുംബങ്ങളെ തിരിച്ചെത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബന്ധുക്കൾ. ഇതിനായി സാമൂഹ്യ പ്രവർത്തകനും ബന്ധുവുമായ BC അബ്ദുറഹ്മാൻ നാടുവിട്ട യുവാക്കളുമായി ടെലിഗ്രാം ആപ്പ് വഴി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അറിവോടെയായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം അഫീസുദ്ദീൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന സന്ദേശം ലഭിച്ചതോടെയാണ് ഇവരെ നാട്ടിലെത്തിക്കാനാവില്ലെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. ഭൗതിക ആഡംബരം ജീവിച്ച ആളുകൾക്ക് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി അധികാരം താമസിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചു വരും എന്നുള്ളൊരു നേരിയ പ്രതീക്ഷ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നാൾ കഴിയുന്നവരും ആ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന തരത്തിലാണ് അവരുടെ നിലപാടുകൾ. 2 വർഷം മുമ്പ് സാധാരണ യുവാക്കളെ പോലെ ജീവിച്ചിരുന്നവരെ തീവ്ര ആത്മീയത പകർന്ന് ഭീകര കേന്ദ്രങ്ങളിൽ എത്തിച്ചതിന് പിന്നിൽ തൃക്കരിപ്പൂർ സ്വദേശി അബ്ദുൾ റാഷിദ് അബ്ദുല്ലയാണെന്നാണ് ആരോപണം. ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ പല കേന്ദ്രങ്ങളിലായി ഈ റാഷിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികൾക്ക് അവരുടേതായ ക്ലാസുകൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളും ദൈവമാർഗത്തിലെ മരണത്തിനായി കാത്തിരിക്കുകയാണ്. അവസാനത്തെയാളും മരിച്ചു വീഴുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അഷ്ഫാഖ് BC അബ്ദുറഹ്മാൻ അയച്ച സന്ദേശത്തിലുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.